നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും വ്യാഴാഴ്ച ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും കണക്ടിവിറ്റി, ഊർജ്ജം, പ്രതിരോധം എന്നിവയിൽ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുകയും ചെയ്തു. നൂറ്റാണ്ടുകളുടെ വ്യാപാര ബന്ധമുണ്ട് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ. 1947 നയതന്ത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടതിനെ തുടർന്ന് ഇരുഭാഗത്തുനിന്നും ഉന്നതതല സന്ദർശനങ്ങൾ നടന്നിരുന്നു. 1955 നവംബർ, ഡിസംബർ മാസങ്ങളിൽ രാജാവ് സയ്യിദ് ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് 17 ദിവസത്തെ പര്യടനത്തിന് ഇന്ത്യ സന്ദർശിച്ചിരുന്നു. 1956 സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാജ്യം സന്ദർശിച്ചു. 1982 ഏപ്രിലിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സൗദി അറേബ്യ സന്ദർശനം ഉഭയകക്ഷി ബന്ധം കൂടുതൽ ദൃഢമാക്കിയിരുന്നു. 2006 ജനുവരിയിൽ അബ്ദുള്ള രാജാവിന്റെ ഇന്ത്യ സന്ദർശനമുണ്ടായി. ഉഭയകക്ഷി ബന്ധത്തിന് ഇത് പുത്തൻ ഉണർവ് പകർന്നിരുന്നു. ഡൽഹി പ്രഖ്യാപനം ഒപ്പിടുന്നതിന് കാരണമായ ഒരു രേഖയായിരുന്നു ഇത്. 2010 ഫെബ്രുവരി 27 മുതൽ മാർച്ച് 1 വരെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സൗദി അറേബ്യയിലെ പരസ്പര സന്ദർശനവും സന്ദർശനത്തിനിടെ ഒപ്പുവെച്ച റിയാദ് പ്രഖ്യാപനവും ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തിയിരുന്നു. 2014 ഫെബ്രുവരിയിൽ അന്നത്തെ കിരീടാവകാശി, ഇന്നത്തെ രാജാവുമായ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദിന്റെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കിയിരുന്നു, പ്രത്യേകിച്ച് പ്രതിരോധ സഹകരണ മേഖലയിൽ. 2016 ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റിയാദ് സന്ദർശനം രാഷ്ട്രീയ, സാമ്പത്തിക, സുരക്ഷാ, പ്രതിരോധ മേഖലകളിലെ വർദ്ധിച്ച സഹകരണം ഉണ്ടാക്കി. സന്ദർശന വേളയിൽ സൽമാൻ രാജാവ് പ്രധാനമന്ത്രി മോദിക്ക് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകിയിരുന്നു. ഇന്ത്യയുമായുള്ള ബന്ധത്തിന് സൗദി അറേബ്യ നൽകുന്ന പ്രാധാന്യത്തെ ഇത് സൂചിപ്പിച്ചു. 2019 ഫെബ്രുവരിയിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഇന്ത്യ സന്ദർശനം ഇതിന് ആക്കം കൂട്ടുകയും ചെയ്തു. സന്ദർശന വേളയിൽ രാജ്യം ഏകദേശം $100 ബില്യൺ ഇന്ത്യയിൽ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ടൂറിസം, പാർപ്പിടം, ഓഡിയോ വിഷ്വൽ പ്രോഗ്രാമുകളുടെ കൈമാറ്റം എന്നീ മേഖലകളിൽ 6 ധാരണാപത്രങ്ങൾ കരാറുകളിൽ ഒപ്പുവെക്കുകയും വഴിയൊരുക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു. രാജ്യം ഏകദേശം $100 ബില്യൺ ഇന്ത്യയിൽ നിക്ഷേപിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും നിക്ഷേപം, ടൂറിസം, പാർപ്പിടം, ഓഡിയോ വിഷ്വൽ പ്രോഗ്രാമുകളുടെ കൈമാറ്റം എന്നീ മേഖലകളിൽ 6 ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി മോദി ആരംഭിച്ച ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ചേരാനും സൗദി അറേബ്യ തയ്യാറായിരുന്നു. പ്രധാനമന്ത്രി മോദി 2019 ഒക്ടോബർ 28, 29 തീയതികളിൽ വീണ്ടും റിയാദ് സന്ദർശിച്ചിരുന്നു. ഈ സമയത്ത് ഇന്ത്യ സൗദി ബന്ധം നയിക്കാൻ ഒരു ഉന്നതതല കൗൺസിൽ സ്ഥാപിച്ചു. സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് കൗൺസിൽ എന്ന ഈ കരാർ ഒപ്പുവെക്കുകയും ചെയ്തു. ഊർജ്ജം, സുരക്ഷ, പ്രതിരോധ ഉൽപ്പാദനം, സിവിൽ ഏവിയേഷൻ, മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ, തന്ത്രപ്രധാനമായ പെട്രോളിയം കരുതൽ ശേഖരം, ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ, നയതന്ത്രജ്ഞരുടെ പരിശീലനം തുടങ്ങി നിരവധി മേഖലകളിലായി 12 ധാരണാപത്രങ്ങൾ അഥവാ ഉടമ്പടികളിൽ സന്ദർശനവേളയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ സമയത്ത് 3ാമത് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യേറ്റീവ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി മോദി മുഖ്യപ്രഭാഷണം നടത്തിയിരുന്നു. സമീപകാലം വരെ ഇന്ത്യ എണ്ണയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് സൗദി അറേബ്യയെ തന്നെയായിരുന്നു. കോടികളുടെ വ്യാപാര ഇടപാടാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തി വരുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ ഫോണിൽ വിളിച്ചു. അന്താരാഷ്ട്ര, പ്രാദേശിക വിഷയങ്ങൾ ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തു. ലോകത്തെ വൻ ശക്തികളായ G20 രാജ്യങ്ങളുടെ അധ്യക്ഷ പദവി നടപ്പ് വർഷം ഇന്ത്യക്കാണ്. ഒട്ടേറെ പദ്ധതികളാണ് ഇന്ത്യ ചുമതലയേറ്റ ശേഷം നടപ്പിലാക്കുന്നത്. എല്ലാറ്റിനും പിന്തുണ നൽകുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നരേന്ദ്രമോദിയെ അറിയിച്ചിട്ടുണ്ട്. മുഹമ്മദ് ബിൻ സൽമാനെ ഇന്ത്യയിലേക്ക് നരേന്ദ്രമോദി ക്ഷണിച്ചിട്ടുണ്ട്. നേരത്തെ സൗദിയിൽ സന്ദർശനത്തിനെത്തിയ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ക്ഷണക്കത്ത് ബിൻ സൽമാന് അന്ന് കൈമാറിയിരുന്നു. വൈകാതെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് ബിൻ സൽമാൻ ഉറപ്പും നൽകിയതാണ്. മോദിയും ബിൻ സൽമാനും ഫോണിൽ സംസാരിച്ചപ്പോഴും ഇക്കാര്യം ചർച്ചയായി. 2 കാര്യങ്ങളിൽ നരേന്ദ്രമോദി സൗദി കിരീടാവകാശിയോട് കൃതജ്ഞത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഭ്യന്തര യുദ്ധം നടക്കുന്ന സുഡാനിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ സൗദി നൽകിയ സഹായത്തിനാണ് മോദി നന്ദി പറഞ്ഞത്. 5000-ഓളം ഇന്ത്യക്കാരെയാണ് സുഡാനിൽ നിന്ന് ജിദ്ദയിലേക്കും ശേഷം ഇന്ത്യയിലേക്കും എത്തിച്ചത്. ഓപ്പറേഷൻ കാവേരി എന്ന് പേരിട്ട സുഡാൻ ഒഴിപ്പിക്കൽ ബൃഹത് ദൗത്യമായിരുന്നു. 100 കണക്കിന് ആളുകൾ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നതിനിടെയായിരുന്നു ഇന്ത്യയുടെ ദൗത്യം. എല്ലാവരെയും ആദ്യം ജിദ്ദയിലേക്ക് കപ്പലിൽ എത്തിച്ചു. സൗദിയാണ് ഇതിന് മുൻകൈയെടുത്തത്. ഇന്ത്യക്കാരെ സ്വീകരിക്കാൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ജിദ്ദയിൽ എത്തിയിരുന്നു. അവിടെ നിന്ന് ഡൽഹിയിലേക്ക് എല്ലാവരെയും വിമാനത്തിൽ എത്തിക്കുകയായിരുന്നു. പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനുള്ള ഒരുക്കങ്ങൾ സൗദി അറേബ്യയിൽ അന്തിമഘട്ടത്തിലാണ്. ഇന്ത്യയിൽ നിന്നടക്കമുള്ള ഹാജിമാർ സൗദിയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണയും സുഗമമായ രീതിയിൽ ഹജ്ജ് നടക്കട്ടെ എന്ന് ആശംസിച്ച നരേന്ദ്രമോദി ഇന്ത്യക്കാർക്ക് സൗകര്യമൊരുക്കിയതിലുള്ള നന്ദിയാണ് ബിൻ സൽമാനെ അറിയിച്ചത്. ഈ മാസം അവസാന വാരമാണ് ഹജ്ജ്. അതേസമയം ഇന്ത്യ സൗദി വ്യാപാരം അല്പം മങ്ങിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ ലഭിക്കുന്നതാണ് ഇതിന് കാരണം.
റഷ്യയിൽ നിന്നാണ് ഇന്ത്യ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നത്. നേരത്തെ സൗദിയുമായിട്ടായിരുന്നു കൂടുതൽ ഇടപാട്. ഇപ്പോൾ റഷ്യയ്ക്കും ഇറാഖിനും ശേഷമാണ് സൗദിയുടെ സ്ഥാനം. മോദിയും ബിൻ സൽമാനും തമ്മിലുള്ള ചർച്ചയിൽ വ്യാപാരം, സുരക്ഷ, ഊർജം എന്നീ കാര്യങ്ങളും വിഷയമായിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യൂ.